ചേച്ചിക്ക് വന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ഒരാണായിട്ടാണ് ഞാനൊരു സിനിമയിൽ ആദ്യമായിട്ട് തന്നെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പം എന്തായിരുന്നു ആ ഒരു തീരുമാനം എടുക്കാൻ എത്ര സമയം എടുത്തു? യെസ് എന്നുള്ളൊരു തീരുമാനം. അങ്ങനെ സമയം എടുക്കലൊന്നും ഇല്ലായിരുന്നു. സമ്മതിച്ചു ആദ്യമേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അന്ന് 10th പഠിക്കുക. അന്നേരം ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ലൈം ലൈറ്റ്, നമ്മളിപ്പോ ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നുള്ളൊരു സന്തോഷം. ആ ഒരു ലോകത്തായിരുന്നു സത്യം തുറന്നു പറയുവാന്നേല്. പിന്നെ നമ്മൾ ആ ക്യാരക്ടറെ പറ്റി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനൊന്നും അന്നേരത്തെ പ്രായത്തിന് ഒത്തിട്ടില്ല. അതെ അതെ, എന്നതാ ഈ സെലിബ്രിറ്റി സിനിമ നടിയാവാൻ പോവാന്നുള്ളൊരു ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ സിനിമ റിലീസായി ചേച്ചി കണ്ടു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് എന്താ തോന്നിയ? ആ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ഞാൻ മിടുക്കനാന്ന് തോന്നിയോ? അങ്ങനെയല്ല മോളെ, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നി. പിന്നെ ഈ ഫസ്റ്റ് മൂവിയല്ലേ, അന്നേരം പിന്നെ ഈ അങ്കിൾ, അതെ മെനോൻ അങ്കിൾ അന്നേരം പറഞ്ഞു തരുമായിരുന്നു ഇന്ന പോലെ. അപ്പൊ കുറച്ച് ദിവസം എന്നെ സെറ്റിൽ കൊണ്ടുപോയി കാണിക്കാൻ, എന്നതാ ഷൂട്ടിങ് എങ്ങനെയാ നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് അദ്ദേഹം കൊണ്ടുപോയി. അപ്പൊ ഇച്ചിരി യൂസ്ഡ് ആവുമല്ലോ അതുമായിട്ട്. അങ്ങനെ ഇച്ചിരി ഒന്ന് പഴക്കം വന്നു. പിന്നെ അന്നേല് അങ്കിൾ എന്നോട് ക്യാരക്ടർ പറയുന്നത് ഇന്ന പോലെ ഒരു പെണ്ണാണാവുക എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് അങ്കിൾ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ചുറ്റുമുള്ള ആനിയുടെ ചുറ്റുമുള്ള ആൺകുട്ടികളെ ശ്രദ്ധിക്കുക, അവരുടെ മാനറിസംസ് നോക്കുക, അവരെങ്ങനെ മുണ്ട് മടക്കി കൊടുക്കുന്നത് നോക്കുക, ഒരു പെങ്കൊച്ചിനെ കണ്ട അതിനെ എങ്ങനെ പ്രേമിക്കുന്നതെന്ന് നോക്കുക, മാക്സിമം എന്തൊക്കെ അവരിൽ നിന്ന് പഠിക്കാവോ അതെല്ലാം പഠിച്ചോളാം. അത്രയാണ്. എന്നിട്ട് ഫുൾ ആണുങ്ങളെ വായി നോക്കി. തീർച്ചയായിട്ടും അപ്പന്റെ അമ്മയുടെ ഒക്കെ പെർമിഷനോട്, അതെ, ആ ഒരു പെർമിഷനോട് കൂടി എല്ലാ ആണുങ്ങളെ വായി നോക്കാൻ പറ്റാന്ന് പറയുന്നത് അത് ആ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതൊരു വല്ലാത്തൊരു എനിക്കത് ഓർത്തിട്ട് തന്നെ കൊതിയൊന്നു. ഇപ്പൊ സിനിമയിലെ കഥ എന്ന് പറയുന്ന പോലെ തന്നെ റിയൽ ലൈഫിലും ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വേഷം മാറി ഒരു വേഷ പകർച്ചയിൽ അവരുടെ ജീവിതം ജീവിച്ച് തീർക്കുന്ന ആൾക്കാർ ഇപ്പോഴും പല കാരണങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാരണങ്ങളായിരിക്കും അവർക്ക് പറയാനുള്ളത്. സോ ഈ വേദിയിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ആ പേരിൽ തന്നെ എനിക്ക് കൺഫ്യൂഷനാണ്, എന്ത് പേരിൽ വിളിക്കും എന്നുള്ളത്. നമുക്ക് വിളിക്കാം രജിത അല്ലെങ്കിൽ രജിതൻ. അരെ വാ, അങ്ങനെ എന്റെ ദോസ്ത് രജിതൻ, രജിത അല്ല കുട്ടുവാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പൊ എല്ലാവരും കുട്ടു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ പേരാണ് ഇപ്പൊ ഇഷ്ടം. ശരി, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്ത് സാഹചര്യത്തിലാണ് ആൺകുട്ടിയായി ജീവിക്കാം ഇനി എന്ന് തീരുമാനിച്ചത്? എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമാവും. ഞങ്ങൾ ഫിനാൻഷ്യലി അത്യാവശ്യം ബാക്കിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കൊണ്ടും അച്ഛൻ എന്നെ അധികം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, ക്രിക്കറ്റ് പ്ലെയർ ആണ്. ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിക്കാർ മുന്നോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഇരിക്കുക ഒരു സിറ്റുവേഷനിലാണ് വീട് വിട്ട് ഇറങ്ങാം, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ വീട് വിട്ട് ഇറങ്ങണമെങ്കിൽ എനിക്ക് നോർമൽ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ആണ്, സേഫ് അല്ല പുറത്തൊന്നും കിടക്കാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോംബോയ് ടൈപ്പിൽ നടക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും സേഫ് ആണ് സമൂഹത്തില്. അതായത് ആൾക്കാർ ഞാനൊരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയാതെ ഇരിക്കണം, എന്നാലും വേണം പുറത്തിങ്ങനെ കിടക്കാനും നടക്കാനും, അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അതെ, അല്ലാതെ ഉള്ളിൽ എനിക്കൊരു ആണാവണം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു? അങ്ങനെ ആഗ്രഹം ഉണ്ട്. എന്നിരുന്നാൽ പോലും പുറമേ ഞങ്ങൾക്ക് ഈ ഒരു രീതി നടക്കുമ്പോൾ ആരും ഞങ്ങളെ നോട്ട് ചെയ്തില്ല, സേഫ് ആയിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ പയ്യന്മാര് സേഫ് അല്ല, പയ്യന്മാരെന്നല്ല കുഞ്ഞു പിള്ളേരാണെങ്കിലും പ്രായ ആൾക്കാരാണെങ്കിലും മെയിനായിട്ട് ഓരോ മൃഗങ്ങൾ പോലും സേഫ് അല്ലാത്ത കാലത്ത്. അപ്പോ അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഞാൻ നോർമൽ ഒരു ഗേൾ ആ ഒരു ടൈപ്പ് മുടിയൊക്കെ വളർത്തി ചുരിദാറൊക്കെ ഇട്ടാണ് ഇപ്പോ ഞാൻ രാത്രിയൊക്കെ നടക്കുന്നെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവുമെന്ന് പോലും ഡൗട്ടാ. അതെ. അപ്പൊ എങ്ങനെയാ ഈ വീട് വിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ പുറത്ത് താമസിക്കാൻ കടത്തുന്ന അങ്ങനെയൊക്കെയാണോ? ഞാന് ഇവിടെ മാർച്ച് 3-ാം തീയതി വരുന്ന ടൈമിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസം കിടന്നായിരുന്നു. അപ്പോ പ്ലാറ്റ്ഫോം ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒന്നും എടുക്കാണ്ട് കിടക്കണ നിയമം ഒരു ഇതാണ്. അപ്പൊ എന്നോട് പോലീസുകാർ ചോദിക്കാറുണ്ട് എന്താ നീ ഇവിടെ, പിന്നെ ലേഡീസിന്റെ വിശ്രമമുറി കിടക്കുമ്പോ ഈ കോലത്തിൽ അവർ ചോദിക്കും എന്താടാ നീ ഇതിന്റെ അകത്ത്, ഇത് ലേഡീസിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കാം. അപ്പൊ ഞാൻ പറയും ഇല്ല സാറേ പെൺകുച്ചാണ്, ID proof ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഡെയിലി കിടന്നാൽ ആരാളും നോട്ട് ചെയ്യും. പിന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി ബസ് പിടിച്ച് പെരുമ്പാവൂർക്ക് വരുന്നത്. പെരുമ്പാവൂര് അയ്യപ്പ ക്ഷേത്രത്തിലാണ് പിന്നെ കിടന്നത്. അപ്പോ അവിടെ ആൾക്കാർ കിടക്കുന്നുണ്ടായി. അപ്പോ അടുത്ത് തന്നെ പെട്രോളിങ്ങിലെ പോലീസുകാർമാരൊക്കെ ഉണ്ട്, സേഫ് ആണെന്ന് തോന്നി കിടന്നു. അപ്പൊ അവിടെയുള്ളവരാരും ഒരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഇല്ല, ഈ ന്യൂസൊക്കെ പുറത്തു വന്ന് ഇപ്പൊ കുറച്ച് ആയപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടാണോ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു എന്നുള്ളത്? ചെറുത്, പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ കോളേജ് ഹോസ്റ്റല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് സേഫായി. അല്ല, ശരിക്കും ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്കൊരു ആൺകുട്ടിയായി, ശരി ഓക്കെ, എന്റെ സിനിമയിൽ ഞാൻ പെണ്ണാണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇത് ആൺകുട്ടിയായി നമുക്ക് എപ്പോഴെങ്കിലും ഉള്ളിൽ ഒരു ആഗ്രഹമില്ലേ നമ്മളെ നമുക്ക് ആ ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് ഇറങ്ങണം എന്ന്? എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല,
ഇപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും ഇതൊരു വല്ലാത്ത കഷ്ടാട്ടോ. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കേണ്ടി വരുന്നെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. എന്തുകൊണ്ട് ആൺകുട്ടികളുടെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ആയിക്കൂടെ? എന്താ ഇന്നത്തെ കാലത്ത് അവരും ബോൾഡാണ്, കോൺഫിഡന്റ് ആണ്. അവർക്ക് എന്താ, അവരെന്തിനാ താന്നു പോകുന്നത്? അത് വേണ്ട. ശരിക്കും നമ്മൾ പെൺകുട്ടിയായിട്ട് നടന്ന എന്താ കുഴപ്പം? നമുക്ക് എന്തുകൊണ്ട് ഒരു സേഫ് കിട്ടുന്നില്ല? ശരിക്കും കിട്ടാത്ത മെയിൻ കാരണം നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. കാരണം അതെ അതിനി ഏത് കാലത്ത് മാറും എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റില്ല. അല്ല, ഏത് കാലത്ത് മാറും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ജനറേഷൻ ഒക്കെ ഇങ്ങനെ ആയിപ്പോവില്ലേ? അവരൊക്കെ ഒരു കുട്ടിക്ക് പോലും ഒരു അത്യാവശ്യം ഒന്ന് വെളിയിലോട്ടൊന്ന് പോണ്ടി വന്നാൽ എന്ത് ഗ്യാരണ്ടിയിൽ വെളിയിൽ പോകും? ഇപ്പൊ ഈ മോക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം കാണില്ല, ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി നടക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ? എനിക്കില്ല. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടിയാണ് എന്ന് വിചാരിക്കുമ്പോൾ കിട്ടിയ ഒരു ഇതൊരു പ്രിവിലേജ് ആണ് എനിക്ക്. അങ്ങനെ എന്താ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഇപ്പൊ പുറത്ത് കിടന്നുറങ്ങിയത് തന്നെ മെയിനായിട്ട് പറയാ. ഇപ്പൊ ഞാന് 2.5-3 മാസത്തോളം ആ അമ്പലത്തിന്റെ തിണ്ണയിലാണ് കിടന്നുറങ്ങിയത്. പിന്നെ ചില ദിവസങ്ങളിൽ കടത്തിണ്ണ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. കുളിക്കുക അതൊക്കെയോ? അത് ഇവിടെ ഹോസ്റ്റലുണ്ട് ഫ്രണ്ട്സിന്റെ, അവിടെ 5 പേർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോ എക്സ്ട്രാ ഒരാളോട് വന്നാലും ഓണർ വഴക്ക് പറയും. അപ്പൊ ഇടയ്ക്ക് ഞാൻ അവരറിയാണ്ട് പോയി നിന്നിട്ടുണ്ട്, അതിന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ സ്റ്റേ അടിക്ക് നിർത്തി. പിന്നെ മൊത്തത്തിൽ അമ്പലം കടത്തിണ്ണ അങ്ങനെയൊക്കെ കിടന്നിരുന്നത്. അപ്പൊ ആ ടൈമില് ഞാൻ നോർമൽ ഗേൾസിനെ പോലെ നിന്നിരുന്നെങ്കിൽ നല്ല ബുദ്ധിമുട്ടായനെ. ഇങ്ങനെ പയ്യന്മാരെ പോലെ നടന്നിട്ടും എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താണത്? മീൻസ് എന്നോട് ഒരു അങ്കിള് വന്നിട്ട് നൈറ്റ് വന്ന് ചോദിച്ചടാ പോലെ നീ എന്താ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ചേട്ടാ അമ്പലത്തില. അപ്പൊ അമ്പലത്തിൽ കിടക്കുമ്പോ അമ്പലത്തിൽ കിടക്കണ ഇഷ്ടമാണ്, അങ്ങനെ വന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്കിവിടെ അടുത്ത് റൂമുണ്ട്, വാടാ 2 അടിച്ച് കൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ഞാൻ വെള്ളം അടിക്കാറില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്നാലും കുഴപ്പമില്ല, നീ എനിക്കൊരു കമ്പനി തവാ, നമുക്ക് റൂമിൽ പോയി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ആ ഒരു രീതിക്ക് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പയ്യന്മാരെ പോലെ നടന്നിട്ടും പുള്ളി എന്നോട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ, അതേസമയം ഞാനൊരു ഗേൾ ആ ഒരു ഇതിൽ നടന്നിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. ബാക്കി പറയണ്ടല്ലോ, ഊഹിക്കാം. ഞാനിപ്പോ വീട് വിട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോ എന്റെ വീട്ടിൽ കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ്. അപ്പോ ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റും. അപ്പൊ ഞാൻ അച്ഛന്റെ ഒപ്പം അല്ലെങ്കിൽ ചേട്ടന്റെ ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അവരെയും കൂടെ കരകയറ്റണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പഠിച്ച് ഒരു നല്ല നിലയ്ക്ക് എത്തി എനിക്ക് അവരെയും കൈപിടിച്ച് കയറ്റാം. ഞാൻ ആ ഒരു കാര്യം വിചാരിച്ച് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇറങ്ങുമ്പോ ആ ടൈമിൽ ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ എന്തായാലും നല്ല നിലയിൽ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ, നിങ്ങളെ ഞാൻ നല്ലോണം നോക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ കുട്ടു നാളെ ജീവിതത്തിൽ നല്ലൊരു നമ്മളൊരു ചേഞ്ച് വന്ന് നമ്മളൊരു സക്സസ്ഫുൾ ആളായി, ആ ആളാവുമ്പോ ആണായിട്ടാണോ അറിയപ്പെടേണ്ടത് അല്ലാതെ പെണ്ണായിട്ടാണോ? ഏത് രീതിന്ന് വെച്ചാല് ഇപ്പൊ ഈ അറിയപ്പെടുന്ന രീതിയിൽ അറിയപ്പെടുത്തുള്ളൂ. അങ്ങനെയല്ല, ഏകദേശം പറയുകയാണെങ്കിൽ മാതൃക ഒരു ഫൈറ്റർ ആ ഒരു നിലയ്ക്ക് അറിയപ്പെടുത്തുള്ളൂ. അല്ലാണ്ട് ഇനി ഒരു ചേഞ്ച് ബോയ് ആയിട്ട് എന്തായാലും അറിയപ്പെടത്തില്ല. സ്ത്രീ ഫൈറ്റർ ആവാൻ പറ്റില്ല എന്നാണോ പറയണത്? ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല? ഫൈറ്റ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഇപ്പൊ ഞാനൊരു സ്ത്രീ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഞാനും ഒരുപാട് കഷ്ടത അനുഭവിച്ച് തന്നെയാണ് ഇപ്പൊ കോളേജ് ചെയർപേഴ്സണായി നിൽക്കുന്നത്. അത് എന്റെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ആണ്, അവിടെ 3rd ഇയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എനിക്ക് എതിർകക്ഷിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. ഇപ്പോ എന്നെക്കാളുപരി കോളേജിൽ എല്ലാവർക്കും ആ കുട്ടീനെ അറിയാം. എന്നിരുന്നിട്ടും ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇത്രയും നല്ലൊരു ലെവൽ എത്താൻ പറ്റിയെങ്കിൽ മുന്നോട്ടും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വേദിയിൽ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്കൊരു ഡാൻസ് കണ്ടാലോ? സൂപ്പർ. അല്ല, ഡാൻസ് മൂപ്പർക്ക് അറിയണ്ടാവും. ഡാൻസ് അറിയോ? ഡാൻസ് ഇല്ല, പാട്ട് പാടാം. ശരി, ചുമ്മാ 2 വരി പാട്ട്. തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ചേ ചെടി വാൻമതി പൈങ്കിളി ആസതീര വാട്ടിനി ഒന്നണ ചൊണ്ണൂറുകല പോടി സോകത്തിൽ ഒണ്ണു വളത്തല താടി കെത്ത് കാട്ടിട്ട് അഴുവിരനെ അഴുത് മുടിച്ചിട്ട് സിരിക്കിരനെ തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ചേ ചെടി വാൻമതി പൈങ്കിളി ആസതീര വാട്ടിനി. ഇത്ര കൂളായി പാടിയ ആള് പാട്ടുമാണ് തേൻമൊഴി. കൂൾ, സൂപ്പർ, നല്ല ഭയങ്കര നല്ല സ്റ്റൈൽ. ഐ ലവ് ദിസ്.